ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റജബ് ഇസ്തിഗ്ഫാറിന്റെ മാസമാണെന്ന് നമ്മൾ പറഞ്ഞു. തൗബയുടെ മാസമാണ്. ചെയ്തുപോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് പൊറുപ്പിച്ചു കളയേണ്ട മാസം. ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അള്ളാഹുവിന് നമ്മോട് വലിയ ഇഷ്ടാകും. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന തൻ്റെ അടിമകളോട് അള്ളാഹുവിന് വലിയ പിരിശാണ്, വലിയ താല്പര്യമാണ്. തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കതീറാ. തൻ്റെ ഏടിൽ ധാരാളമായി ഇസ്തിഗ്ഫാർ എത്തിച്ചവനാണ് എല്ലാ സന്തോഷങ്ങളും. അവന് മംഗളങ്ങൾ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദിവസവും ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. അള്ളാഹുവാണ് സത്യം, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുന്നു, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു. ഒരു ദിവസം 70-ലധികം തവണ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കാറുണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒരു ദിവസം 70-ലധികം തവണ. മറ്റൊരു റിപ്പോർട്ടിൽ 100-ലധികം തവണ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബ് ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടുണ്ടെന്ന് അള്ളാഹു സന്തോഷ വാർത്ത നൽകിയ ഹബീബായ മുത്ത് റസൂലുള്ളാഹ്. ഒരു പാപവും മുത്തുനബി ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരു പാപവും ചെയ്യാത്ത മഅസൂമായ, സ്വർഗത്തിന്റെ ഉദ്ഘാടകനായ നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പോലും 70-ഉം 100-ഉം ഒക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടുണ്ടെന്ന് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ നമ്മൾ എത്ര ചൊല്ലണം? ധാരാളമായി ചൊല്ലണം. മനസ്സറിഞ്ഞ്, ഖേദമുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഖേദം, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഒഴിവാക്കണം, ഇനി തെറ്റു ചെയ്യുകയില്ലെന്ന ദൃഢനിശ്ചയം ഉണ്ടാവണം. മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ, എന്തെങ്കിലും ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും വേണം. ഈ 4 കാര്യങ്ങളില്ലെങ്കിൽ തൗബ സ്വീകാര്യമാവുകയില്ല. തൗബയുടെ ഷർത്തുകളാണിത്. അതുകൊണ്ട് പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ റജബിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് ധന്യരാവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.